സീക്കിംഗ് ജ്ഞാന പോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിന്തയെയും, വികാരത്തെയും, തീരുമാനത്തെയും, ബന്ധങ്ങളെയും, ആത്മീയ വളർച്ചയെയും സ്വാധീനിക്കുന്ന ഒരു അത്ഭുതകരമായ വിഷയത്തെ കുറിച്ചാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ചില ദിവസങ്ങളിൽ എന്തുകൊണ്ടാണ് മനസ്സ് വളരെ ശാന്തമായിരിക്കുക? ചിലപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ അതിയായ ഉത്സാഹത്തോടെയും ആഗ്രഹത്തോടെയും പ്രവർത്തിക്കുന്നത്? ചില സമയങ്ങളിൽ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക? എന്തുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ ഓരോരുത്തരും വ്യത്യസ്തമായി പ്രതികരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പലപ്പോഴും ഈ 3 ഗുണങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഗുണങ്ങൾ എന്താണെന്നല്ലേ? ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിലും ദാർശനിക പാരമ്പര്യത്തിലും, പ്രത്യേകിച്ച് സാഖ്യ വേദാന്ത ദർശനങ്ങളിൽ പ്രകൃതി 3 അടിസ്ഥാന ഗുണങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുന്നു. അവയാണ് സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളും ഓരോ മനുഷ്യന്റെയും ഉള്ളിലുണ്ട്. ഇവിടെ ചോദിക്കേണ്ട ചോദ്യം എനിക്ക് എത്ര ഗുണമുണ്ട് എന്നല്ല, ഇപ്പോൾ എന്നെ സ്വാധീനിക്കുന്നത് ഏത് ഗുണമാണ്? കാരണം ഗുണങ്ങൾ സ്ഥിരമല്ല, അവ മാറിക്കൊണ്ടിരിക്കുന്നു. രാവിലെ സത്വം ശക്തമായിരിക്കാം, ജോലി സമയത്ത് രജസ് പ്രവർത്തിച്ചേക്കാം, രാത്രിയാകുമ്പോൾ തമസ് വർദ്ധിച്ചേക്കാം. സത്വം എന്താണ്? സത്വം എന്നാൽ ജ്ഞാനം, വിശുദ്ധി, സമാധാനം, സന്തുലിതാവസ്ഥ, വ്യക്തത, കരുണ, സ്നേഹം. ഇത് വെളിച്ചത്തിന്റെ ഗുണമാണ്. ഇരുട്ടിനെ സൂര്യപ്രകാശം നീക്കുന്നത് പോലെ സത്വം അജ്ഞാനത്തെയും ആശയക്കുഴപ്പത്തെയും നീക്കുന്നു. സത്വം കൂടെയുള്ള ഒരാളുടെ മനസ്സ് സാധാരണയായി ശാന്തമായിരിക്കും. അവർ മറ്റുള്ളവരെ വിധിക്കുന്നതിനേക്കാൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അവർക്ക് അറിവിനോടും ആത്മീയ വളർച്ചയോടും താല്പര്യമുണ്ടാകും. സത്വത്തിന്റെ ലക്ഷണങ്ങൾ: ശാന്തമായ മനസ്സ്, ക്ഷമ, കരുണ, ആത്മനിയന്ത്രണം, നന്ദിയുള്ള മനോഭാവം, സത്യാന്വേഷണം, നിബന്ധനകളില്ലാത്ത സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. ഉദാഹരണം, ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ സത്വം പറയും, പ്രതികരിക്കുന്നതിന് മുമ്പ് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം. രജസ് എന്താണ്? രജസ് എന്നാൽ ചലനം, മൂവ്മെന്റ്, പ്രവർത്തനം, ആഗ്രഹം, നേട്ടം, അഭിലാഷം, മുന്നേറ്റം. ഈ ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ശക്തിയാണ് രജസ്. ഒരു വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് പഠിക്കുന്നത് രജസാണ്. ഒരു ബിസിനസ്സുകാരൻ തന്റെ സ്ഥാപനം വളർത്താൻ ശ്രമിക്കുന്നത് രജസാണ്. ഒരു മാതാപിതാവ് തന്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നതും രജസാണ്. രജസ് ഇല്ലായിരുന്നെങ്കിൽ പുരോഗതി ഉണ്ടായിരിക്കുന്നില്ല. എന്നാൽ രജസ് അധികമായാൽ മനസ്സ് അശാന്തമാകും. ഒന്ന് നേടിയാൽ മറ്റൊന്ന് വേണം. ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ അടുത്തത് ലക്ഷ്യം തേടും. രജസിന്റെ ലക്ഷണങ്ങൾ: നിരന്തരം പ്രവർത്തനം, അശാന്തി, മത്സര മനോഭാവം, അംഗീകാരത്തിനുള്ള ആഗ്രഹം, ഫലത്തോടുള്ള ആത്മീയ ബന്ധം, അസഹിഷ്ണുത. ഉദാഹരണം, ആരെങ്കിലും നിങ്ങളെ അവമാനിച്ചാൽ രജസ് പറയും, എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ അവൻ ആരാണ്? തമസ് എന്താണെന്ന് നമുക്ക് നോക്കാം. തമസ് എന്നാൽ ഭാരം, മടുപ്പ്, അജ്ഞാനം, ആശയക്കുഴപ്പം, നിരുത്സാഹം, നിഷ്ക്രിയത്വം. തമസ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഗുണമാണ്. പക്ഷേ തമസ് എല്ലായ്പ്പോഴും മോശമല്ല. ഉറക്കം തമസാണ്, വിശ്രമം തമസാണ്. ശരീരത്തിന് വിശ്രമം ആവശ്യമായതിനാൽ കുറച്ച് തമസ് എല്ലാവർക്കും ആവശ്യമാണ്. പ്രശ്നം തമസ് ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുമ്പോൾ ആണ്. തമസിന്റെ ലക്ഷണങ്ങൾ: മടുപ്പ്, അമിത ഉറക്കം, കാര്യങ്ങൾ മാറ്റിവെക്കൽ, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറൽ, നിരാശ, വ്യക്തതയില്ലായ്മ. ഉദാഹരണം, ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ തമസ് പറയും, എനിക്കൊന്നും വേണ്ട, എല്ലാവരെയും വിട്ട് മാറി നിൽക്കാം. ഒരേ സാഹചര്യം, 3 ഗുണങ്ങൾ. രാവിലെ 5 മണിക്ക് അലാറം അടിക്കുന്നു, സത്വം പറയും, ഒരു പുതിയ ദിവസം നന്ദിയോടെ തുടങ്ങാം. രജസ് പറയും, എനിക്ക് ലക്ഷ്യമുണ്ട്, എഴുന്നേൽക്കണം. തമസ് പറയും, 5 മിനിറ്റ് കൂടി
ഉറങ്ങാം. ഭക്ഷണവും ഗുണവും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഗുണങ്ങളും നമ്മളെ സ്വാധീനിക്കുന്നു. സാത്വിക ഭക്ഷണം പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, നട്ട്സ്, കുരുക്കൾ, പുതുതായി തയ്യാറാക്കിയ ചൂട് ഭക്ഷണം. ഇവ മനസ്സിന് ലാഘവവും വ്യക്തതയും നൽകുന്നു. രാജസിക ഭക്ഷണം അത്യധികം മസാലകളുള്ള ഭക്ഷണം, എരിവും പുളവും ഉപ്പും എല്ലാം കൂടിയത്. അമിതമായ ചായയും കാപ്പിയും, എനർജി ഡ്രിങ്കുകൾ, ഇവ വർദ്ധിപ്പിക്കുമെങ്കിലും അശാന്തി വർദ്ധിപ്പിക്കാം. താമസിക ഭക്ഷണം, പഴകിയ ഭക്ഷണം, അമിതമായ പ്രോസസ് ചെയ്ത ഭക്ഷണം, അതായത് പാക്കഡ് ഫുഡ്സ്, ഗുണനിലവാരം നഷ്ടപ്പെട്ട ഭക്ഷണം, ഇവ ശരീരത്തിലും മനസ്സിലും ഭാരവും മന്ദതയും സൃഷ്ടിക്കും. മാതാപിതാക്കളിൽ 3 ഗുണങ്ങൾ. സത്വം, എന്റെ കുട്ടിയുടെ മനസ്സ് ആദ്യം മനസ്സിലാക്കണം. രജസ്, ഞാൻ പറയുന്നത് കേൾക്കൂ, ഇത് നിന്റെ നന്മയ്ക്കാണ്. തമസ്, നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യ്, എനിക്ക് ഒരു കാര്യവുമില്ല. ആത്മീയതയുടെ മുന്നിൽ ഗുണങ്ങൾ. സത്വം, ദൈവമേ എന്നെ നയിക്കണമേ. രജസ്, ദൈവമേ എനിക്ക് വിജയം തരണമേ. തമസ്, ദൈവമേ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കണമേ. ഏത് ഗുണമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാം? സ്വയം 3 ചോദ്യങ്ങൾ ചോദിക്കുക. എന്റെ മനസ്സ് ഇപ്പോൾ എങ്ങനെയുണ്ട്? ശാന്തമാണോ? അത് സത്വമാണ്. അശാന്തമാണോ? അത് രജസാണ്. ഭാരവും മടുപ്പും അനുഭവപ്പെടുന്നുണ്ടോ? അത് തമസാണ്. ഞാൻ എന്താണ് ഇത് ചെയ്യുന്നത്? സത്യത്തിനും സേവനത്തിനും വേണ്ടിയാണോ? സത്വം. വിജയത്തിനും അംഗീകാരത്തിനും വേണ്ടിയാണോ? രജസ്. ഒഴിഞ്ഞു മാറാനോ ഒഴിവാക്കാനോ വേണ്ടിയാണോ? തമസ്. പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെ നേരിടുന്നു? മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? സത്വം. പോരാടുന്നുണ്ടോ? രജസ്. ഒഴിഞ്ഞു മാറുന്നുണ്ടോ? തമസ്. ആത്മീയ യാത്ര. പുരാതന ഋഷിമാർ ആത്മീയ വളർച്ചയെ ഇങ്ങനെ വിവരിക്കുന്നു: തമസ്, രജസ്, സത്വം, ഗുണാതീതാവസ്ഥ. ആദ്യം മടുപ്പിനെയും അജ്ഞാനത്തെയും അതിജീവിക്കണം. ശേഷം പ്രവർത്തനശേഷിയെ ശരിയായ ദിശയിൽ ഉപയോഗിക്കണം. പിന്നീട് സത്വത്തെ വളർത്തണം. അവസാനം മനസ്സിലാക്കണം, ഞാൻ ഗുണങ്ങളല്ല, ഗുണങ്ങൾ മനസ്സിന്റെ അവസ്ഥകളാണ്. ഞാൻ അവയെ കാണുന്ന സാക്ഷിയാണ്. ഒരു പ്രധാന സത്യം, പലരും സത്വം നല്ലതും തമസ് മോശവുമാണെന്ന് കരുതുന്നു. പക്ഷെ സത്യം അതല്ല. തമസില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. രജസില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. സത്വമില്ലെങ്കിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ കഴിയില്ല. പ്രശ്നം ഗുണങ്ങളിലല്ല, ഒരു ഗുണം അമിതമായി ആധിപത്യം സ്ഥാപിക്കുമ്പോഴാണ് പ്രശ്നം. ജീവിതത്തിലെ ലക്ഷ്യം തമസിനെ രജസാക്കി മാറ്റുകയും രജസിനെ സത്വത്താൽ നയിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. സമാധാനം. ഗുണങ്ങൾ കാലാവസ്ഥ പോലെയാണ്. ചിലപ്പോൾ തമസ് വരും, ചിലപ്പോൾ രജസ് വരും, ചിലപ്പോൾ സത്യവും വരും. പക്ഷെ ആകാശം മറന്നില്ല. അതുപോലെ നിങ്ങളും നിങ്ങളുടെ ചിന്തകളല്ല, നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളല്ല, നിങ്ങൾ നിങ്ങളുടെ ഗുണങ്ങൾ പോലുമല്ല. അവയെ സാക്ഷിയായി കാണുന്ന ബോധമാണ് നിങ്ങൾ, കോൺഷ്യസ്നെസ്. ഈ ബോധത്തെ തിരിച്ചറിയുകയാണ് യഥാർത്ഥ ജ്ഞാനം. ഇങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സീക്കിംഗ് ജ്ഞാന കേട്ടതിന് നന്ദി. വീണ്ടും അടുത്ത എപ്പിസോഡിന് കാണാം. അതുവരെ ജാഗ്രതയോടെ ജീവിക്കുക, സമത്വത്തോടെ ജീവിക്കുക, ജ്ഞാനത്തെ തേടിക്കൊണ്ടിരിക്കുക. നമസ്കാരം.